Sorry ass DJ. നമ്മുടെ ഉണ്ണീസ് ഇന്നാണ് ഇപ്പോൾ പനിയൊക്കെ മാറിയിട്ട് പോണത്. വണ്ടി കാത്തു നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ പോരുന്ന വഴിക്ക് ഞങ്ങളുടെ വികൃതി കുട്ടികളുണ്ട് കേട്ടോ ബാലവാടിത്തെ. എനിക്ക് ചെന്നിട്ട് വേണം, കുറച്ച് പണിത്തിരക്കുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം പോകും. നല്ല വെയിലാകുമ്പോഴേക്കിൻ്റെ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കട്ടെ. ഇത് ഞാനിപ്പോൾ പുതിയ പൈപ്പേ, ഞങ്ങൾ ഒരു വലിയ പൈപ്പ് ഉണ്ടായിരുന്നു, ഇതിന് പകുതിയാക്കിയിട്ട് അതിൻ്റെ ബാക്കി ഉള്ള പൈപ്പ് ഒരു കുഴപ്പമില്ല. മറ്റേ പൈപ്പ് ഫുള്ള് ഓട്ടയായിട്ടുണ്ട് കേട്ടോ. വെയിൽ കൊണ്ടിട്ടും മഴ കൊണ്ടിട്ടും ആക്കെ കൂടിയതായിട്ട് നാശമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി ഈ ഒരു പൈപ്പ് ഈ ഒരു മുറിയുള്ളൂ, അതോ കുറച്ച് ഭാഗം വരെ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കട്ടെ. നല്ല വെയിൽ വരുമ്പോഴേക്ക് ഒന്ന് നനച്ചു കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് കുറച്ച് തേങ്ങ വെട്ടണ്ടാന്ന് ഏട്ടൻ പറഞ്ഞത്. ഇനി ചിരട്ടയൊക്കെ പൊളിച്ചിട്ട് അങ്ങനെ എടുക്കില്ലേ നമ്മൾ, ചകിരി സാധാ തേങ്ങ പൊളിക്കുന്ന പോലെ അങ്ങനെ പൊളിച്ചിട്ടെടുത്തിട്ട് ഉണക്കണം. തേങ്ങ എണ്ണ ഞങ്ങൾ വാങ്ങാറില്ല. ഇപ്രാവശ്യം കുറേ മഴ നേരത്തെ പെയ്യലും പിന്നെ നിൽക്കണമെന്നല്ല മഴ. അപ്പം നല്ല വെയിൽ കുറച്ച് ദിവസം കൊണ്ടൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇനി എന്തായാലും തേങ്ങ വെട്ടിവിടും. ഇതന്നെ ഉള്ളൂ. ഇനി തൊടി കൂടെ നടന്നിട്ടേ കിട്ടണ തേങ്ങ എടുത്തിട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എങ്ങനെ ഞാൻ തേങ്ങ എടുക്കുക എനിക്കറിയണില്ല. നല്ല ബുദ്ധിമുട്ടായിട്ടതുണ്ടോ. ഇതുപോലെ കാടാണ് കേട്ടോ. ആകെ ഈ വഴി നേരേക്കലുണ്ട്. പ്രാവശ്യം സത്യം പറഞ്ഞെങ്കിൽ വയ്യാന്ന് തോന്നിയപ്പോൾ അവിടെ ഇട്ടു. ഇതൊക്കെ നേരെ വെക്കണം. ഏട്ടൻ ഇതിനെ വരുമ്പോഴേ ബുദ്ധിമുട്ടാണ്. അപ്പം ഇത്രയും തേങ്ങ ഇതുമ്മ കുത്തിപ്പൊളിച്ചിട്ടെടുക്കണം. എന്നാലേ ഉള്ളൂ. ആകെ കുറച്ച് തന്നെ ഉള്ളൂ, തോനെയൊന്നുമില്ല. എന്നാലും ഉള്ളത് വെട്ടിയിട്ട് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന സമയത്തൊന്ന് ചെയ്യാമല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് വെട്ടട്ടെ കേട്ടോ, ഒന്ന് പുറത്തേക്ക് ഇടട്ടെ. അപ്പം ഇത്ര തേങ്ങയെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി തൊടിയിൽ കൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇത്ര തേങ്ങ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇതൊക്കെ ഒന്ന് നടു വെട്ടിയിട്ട് അടർത്തി എടുത്തിട്ട് ഉണക്കാൻ വെക്കണേ. ഇതിലൊരു വിധം കേടാണ് കേട്ടോ. ഇതുപോലെ കേടുള്ളതൊക്കെ ഞങ്ങൾ എന്താ വേറെ ആട്ടൂട്ടോ തല തേക്കാനൊക്കെ. ചിലർ പറയും തല തേക്കാനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ ഞങ്ങൾ എണ്ണാച്ചീട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പറ്റും. അപ്പോൾ ഈ തേങ്ങയുടെ ഇതൊക്കെ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ആകെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ ചിരട്ടയൊക്കെ ഒരു ചാക്കിലിട്ട് വെച്ചിട്ട് ഇത് നന്നായിട്ട് ചെറുതാക്കി ചെത്തട്ടെ. അപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് വെയിലത്തേക്ക് എടുത്തേ കേട്ടോ.